ബഹുമാന്യരായ ഉമ്മമാരെ, അമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കണ്ണൂർ സ്നേഹതീരം കൂട്ടായ്മയുടെ മാതൃകാപരമായ ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ഇതുപോലുള്ള കൂട്ടായ്മകളും ഇതുപോലുള്ള സംഗമങ്ങളും നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ആവശ്യമായിട്ടുണ്ട്. മാനവ സൗഹൃദം, വ്യക്തിപരമായ കുടുംബപരമായ ബന്ധങ്ങൾ, ഇതിനെല്ലാം തന്നെ പല നിലയിലും രൂപവ്യത്യാസം സംഭവിക്കുകയും ചില രൗദ്രഭാവങ്ങൾ പ്രകടിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന വർത്തമാനകാലത്ത് സൗഹൃദത്തിന്റെ, സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, മതേതര ഭാവങ്ങളുടെ ഒക്കെ തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നത് ഏറ്റവും നല്ല കാര്യമാണ് എന്ന് മാത്രമേ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയുന്ന ഒരു സൗഹൃദ കൂട്ടായ്മ. ആ കൂട്ടായ്മയിൽ പങ്കെടുത്ത നിങ്ങളെ എല്ലാം തന്നെ ഞാൻ എൻ്റെ വിനീതമായ സ്നേഹനിർഭരമായ അഭിവാദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ്. ഇവിടെ ചേരുമ്പോൾ തീർച്ചയായും നമ്മുടെ എല്ലാവരുടെയും മനസ്സ് തീർച്ചയായും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഭാവങ്ങളാണ്. നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്, എല്ലാവരുമുണ്ട്. അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ വാസ്തവത്തിൽ കണ്ണൂർ നഗരത്തിന് ഒരു പുതിയ അനുഭൂതിയാണ്. ഈ സ്നേഹതീരം എന്നാണ് നാമധേയം തന്നെ. ആ സ്നേഹതീരത്ത് നമ്മളെല്ലാം സ്നേഹപൂർവ്വം ഒന്നിക്കുകയാണ്. ആ സ്നേഹത്തിന്റെ കുറവ് പലപ്പോഴും പല രംഗത്തും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് മറ്റെല്ലാം വിസ്മരിച്ചുകൊണ്ട് തീർച്ചയായും ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ സാധിച്ച സംഘാടകന്മാരെയും സുഹൃത്തുക്കളെയും ഞാൻ അഭിവാദ്യം ചെയ്യാണ്. ഞാൻ പിന്നെ ചായ കുടിച്ചു, വല്ല കുടിക്കാൻ പറ്റുന്നു. ഞാൻ ഇത്രയധികം സംബന്ധിച്ചതായതുകൊണ്ട് അതെന്നെ ഇടയ്ക്കിടയ്ക്ക് ചുമക്കുകയും ചുമക്കുമ്പോൾ കഫം പോവുകയും ചെയ്യുന്നു. അതല്ലെങ്കിൽ ഒരു വരി പാടുന്നതിന് വിഷമമില്ലായിരുന്നു. പക്ഷെ അല്ല ഇതിങ്ങനെ ഈ ശബ്ദത്തെ ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, ഇനിയൊരു ജന്മം കൂടി. ഏറ്റവും പോപ്പുലർ പാട്ട് നമ്മളൊക്കെ മനപ്പാടാക്കിയ